ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ ചെറായി വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് നല്ലൊരു കണ്ടന്റ് ഉണ്ട്. ക്രാഫ്റ്റ് ഐറ്റംസ് ഒത്തിരി ഉള്ളൊരു വീടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പാറു കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഹോം മെയ്ഡ് DIY സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താലോ എന്ന് ഓർത്തു. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ വേറെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് കണ്ടു. അപ്പോൾ അതും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതൊക്കെ ആൾ തനിയെ ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. നമ്മൾ സ്റ്റിക്കി നോട്ട്സിൽ വരച്ചിട്ട് അതിൽ ഈ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ആളുടെ പണിയെടുക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേറെ കുറച്ച് ഐറ്റംസും കൂടെ കണ്ടു. അതിലൊരെണ്ണമാണ് ഈ ഒരു ഗാർഡൻ പോലെ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ തന്നെ വരച്ചിട്ട് ഇങ്ങനെ ബാക്കിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ പുറത്ത് പോയ മെമ്മറീസൊക്കെ ആയിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ അതിൽ ഒരു ക്യൂട്ടായിട്ട് ഇതുപോലെ സ്റ്റിക്കർ നമുക്കിങ്ങനെ ഒരു ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ജാർ ടൈപ്പും ഉണ്ട്, പിന്നെ ഒരു ഫ്രൂട്ട് ഉണ്ട്. അത് പർപ്പിൾ കളറായതുകൊണ്ട് എന്താ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ബ്ലൂബെറി ആയിരിക്കും ചിലപ്പോൾ. പിന്നെ ചെയ്തിരിക്കുന്നത് അവക്കാഡോൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്, അതും നല്ല ക്യൂട്ടായിട്ടുണ്ട്. എല്ലാ സ്റ്റിക്കേഴ്സും നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ഇത് ആൾ തന്നെ ഉണ്ടാക്കിയൊരു ഫോട്ടോ ഫ്രെയിമാണ്. അതിലൊരു പെൻഗ്വിൻ്റെ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്, അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതുപോലെ തന്നെ ഫ്രെയിം അതും ആൾ ചെയ്ത ഒരു ഒരു ഫ്രണ്ടിൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഹണി ബീൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്, ഇതും ഭയങ്കര ക്യൂട്ടാണ്. ഈ ഫ്രെയിം ആൾ തനിയെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. പേപ്പർ ഇങ്ങനെ ഫോൾഡൊക്കെ ചെയ്തിട്ട്. ഇത് പാറും പൊന്നും കൂടെയുള്ള പണ്ടത്തെ ഒരു ഫോട്ടോയാണ്, അതും ചെയ്തിട്ടുണ്ട്. ഫ്ലവറും പിന്നെ ഒരു നമ്മുടെ ഐസും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാമൻ ചെയ്തതാണ്. മാമൻ സ്വന്തം കൈകൊണ്ട് കഷ്ടപ്പെട്ട് നാളുകൾ കൊണ്ട് ആൾ വീട് പണിയാനപ്പം തന്നെ ഇതും പണിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. അങ്ങനെ ചെയ്തൊരു ഐറ്റമാണത്. പിന്നെ ഇവിടെ ഇവരുടെ പെയിൻറ്റിങ് ഐറ്റംസിൻ്റെ ഇടയിലുള്ള ഒരു സാധനമാണ്, ഒരു ബേർഡിൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കുന്ന മാമൻ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇത് പാറു വരച്ചൊരു ഫോട്ടോയാണ്, ഇതും ആൾ ചെയ്തതാണ്. പിന്നെ നമ്മുടെ സ്റ്റിക്കർ, മെയിനായിട്ടുള്ള ഐറ്റം ഇതാണ് സ്റ്റിക്കറിൻ്റെ. അതൊന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത്രയും സ്റ്റിക്കേഴ്സ് പാറു തനിയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നോക്കുമ്പോൾ ഓരോരോ ഇമോജീസും പിന്നെ കുറച്ച് ആനിമൽസിൻ്റെ പ്രിൻ്റ്, പിന്നെ ഫ്രൂട്ട്സ്, കാറ്, അതുപോലുള്ള ഐറ്റംസൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് അതിൽ നിന്ന് എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ എനിക്ക് സമയം കിട്ടില്ല, ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞത്. പക്ഷേ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട് കാണാനായിട്ട്. അങ്ങനെ പല പല വെറൈറ്റീസിലുള്ള സ്റ്റിക്കേഴ്സ് ആൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഡ്രീം ബിഗ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലൗഡിൻ്റെ ഒരു ഷേപ്പിൽ, പിന്നെ ഒരു ബേബി എലഫൻ്റ്, അതുപോലെ പല പല ഐറ്റംസ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നമ്മൾക്കൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിലൊരു പിക്ചർ വരക്കുക. എന്നിട്ട് നല്ല രീതിയിലൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് അത് പെയിൻറ്റ് ചെയ്തിട്ട് അതിന് മീതെ, അതായത് ബ്രോഡായിട്ടുള്ള ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റിക്കർ റെഡിയാണ്. എന്നിട്ട് നമ്മൾക്കതൊന്ന് കട്ടൗട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എടുത്തു കഴിയുമ്പോൾ ഇതുപോലുള്ള ക്യൂട്ട് സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും. ഇതാണ് അതിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സ്റ്റിക്കേഴ്സും. ഫ്രൂട്ട്സ് ഉണ്ട്, ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, അതുപോലെ പല പല സാധനങ്ങൾ അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് കുഞ്ഞു കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും പെട്ടെന്ന് നമുക്ക്, അതായത് പാരൻസിനായാലും നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഭയങ്കര ക്യൂട്ട് സ്റ്റിക്കേഴ്സാണ്. എന്നാൽ ഭയങ്കര റിയൽ ആയിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ തന്നെ. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്ത പോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്. എന്നാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിലുണ്ടാവും. പേപ്പർ ഉണ്ടാവും, സ്കെച്ച് പെൻസിൽസ് ഉണ്ടാവും, നമ്മുടെ ഇതുപോലെയുള്ള ഔട്ട്ലൈൻ ഇടാൻ പറ്റിയ പെൻസിൽ, എല്ലാ ഐറ്റംസും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്ക് തനിയെ വീട്ടിൽ നിന്നിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്യൂട്ട് സ്റ്റിക്കേഴ്സ് തന്നെയാണിത്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു DIY ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ് ഇതെല്ലാം. നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് ഒത്തിരി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൺലൈനിലാണെന്നുണ്ടെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു റേറ്റ് എന്തായാലും ആവും. പിന്നെ അധികം റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ഓഫ് 2 ആയിട്ടൊക്കെ കിട്ടുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ രീതിയിൽ നമ്മൾക്ക് തനിയെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും.
കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം പാസ്സും ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ക്രാഫ്റ്റായിട്ട് നമുക്ക് വീണ്ടും സ്കൂൾസിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ഉപയോഗിക്കാനും പറ്റും. അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് ഡെക്കറായിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ക്യൂട്ട് ഐറ്റം തന്നെയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലൊരു ഐറ്റം തന്നെയാണത്. ഇനി അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ക്രാഫ്റ്റായിട്ട് ചെയ്തെടുത്തൊരു ഐറ്റം തന്നെയാണ്. നമ്മളൊരു ഗാർഡൻ പോലെ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഫ്ലവേഴ്സ് അത് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് ബേസിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവൾ പെയിൻറ്റ് ചെയ്തേക്കണം. എന്നിട്ട് ഇങ്ങനെ അത് സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. ഇനി കാണുന്നത് കുറച്ച് പെയിൻറ്റിങ്സൊക്കെ കളക്ഷൻസൊക്കെ നമ്മളിവിടെ ചെയ്തത് തന്നെയാണ്, വീട്ടിൽ ചെയ്ത ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം നമുക്ക്.